ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എന്നാൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഴുന്നേറ്റ് കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ കുളിച്ചു ഗൈസ്, കുളിച്ച് റെഡിയായി. അപ്പോൾ നമ്മളിനി അബുക്കുട്ടിയുടെ വീട്ടിലോട്ട് പോവാണ്. നമുക്ക് നടന്നു പോവാം. എക്സ്പ്രഷൻ ഇല്ലാതെ ഈ പുളി തിന്നണം. എക്സ്പ്രഷൻസ് പാടില്ല. അടുത്ത ഫസ്റ്റ് ഞാൻ, സെക്കൻഡ് അബുക്കുട്ടിയിട്ടാ. എനിക്ക് എക്സ്പ്രഷൻ പാടില്ല. ഒട്ടും എക്സ്പ്രഷൻ ഇല്ല. എനിക്ക് വേണ്ടാട്ടെ. ഇപ്പം തന്നെ ടേസ്റ്റ് ഇറ്റ്. ചവയ്ക്കണോട്ടെ വായിലിട്ട്, മര്യാദയ്ക്ക് തിന്നണം. തിന്ന് 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 ചവച്ച് തിന്ന് മര്യാദയ്ക്ക്. ഒന്നുകൂടെ തിന്ന്. അതേ കടിച്ചപ്പോൾ എക്സ്പ്രഷൻ വന്ന്. ഓക്കെ, നീ ജയിച്ചു പോരെ. എവിടെ പോവാ? വെൽക്കം ടു മൈ വ്ളോഗ്. ഇത് ഒരു ടാസ്ക് ആണ്. ഈ ഇരുമ്പുളി എക്സ്പ്രഷൻസ് ഇല്ലാതെ തിന്നണം. ഒരു എക്സ്പ്രഷനും പാടില്ല. ഒരു എക്സ്പ്രഷൻ പാടില്ല. പുളി ഒന്നും പാടില്ല. തിന്നണം, ചവച്ച് തിന്നണം. പിന്നെ വിജയാണ്. അപ്പോ നമ്മുടെ വീട്ടിൽ പോവാ ഗൈസ്. അപ്പം നമ്മൾ അബിക്കുട്ടിയുടെ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലാട്ടോ അബിക്കുട്ടിയുടെ വീട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഞായറാഴ്ച അബിക്കുട്ടിയുടെ വീട്ടിലെല്ലാവർക്കും താമസിക്കാണ്. ഒരാഴ്ചയായിട്ടുള്ള ഞങ്ങളുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ നമ്മൾ തന്നെ എല്ലാവരും കൂടെ കുക്ക് ചെയ്ത് നമ്മളൊക്കെ തന്നെ കഴിക്കുന്നു. കാണുന്നതാണ് വീട്. നമുക്ക് അബിക്കുട്ടി നടക്കുന്നത് കാണിക്കാം. കുട്ടി എന്തോ പണി നടക്കും. ഞങ്ങൾ വന്നപ്പോൾ എല്ലാവരും കിച്ചണിൽ ഒടുക്കത്തെ ബിസി പണിയിലായിരുന്നു. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. സൈഡിൽ ഇതാ മോര് കറിക്ക് വേണ്ടിയിട്ട് ഉള്ള പരിപാടികളും സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. നല്ല സൂപ്പർ ചിക്കൻ കറിയാണ് അച്ഛൻ എന്നും ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സൂപ്പിക്കൽ മാത്രമേ ഉള്ളൂ, ഒരു കാര്യം ചെയ്യില്ല. ഈ സൂപ്പിക്കലാണ്. അല്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ ഉണ്ടാക്കി തരാം. കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ ഓർഡർ ചെയ്തിട്ട് ആ പാത്രത്തിൽ ഇട്ടിട്ട് കാണിച്ചല്ലേ. അല്ല കേട്ടോ, വെറുതെ പറയാ. കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ ഉണ്ടാക്കി തരാം. ഞാനും കഴിച്ചു. അല്ല, അപ്പുചേട്ടനും ഞാനും. ഇപ്രാവശ്യം അച്ഛനാണ്. കഴിക്കാൻ പറ്റിയില്ല. അതെന്നിട്ട് നമ്മള് എന്ത് ചെയ്ത് ആ തെങ്ങിന്റെ ചോട്ടിൽ കൊണ്ട് കുഴിച്ചിട്ട് വെറുതെ പറയോ കേട്ടോ അവരോന്ന്. എന്താ പേരെന്താ? അച്ഛൻ എന്താ ഇന്നത്തെ ചിക്കന് പേരിടണേ? ചിക്കൻ പൊട്ടിത്തെറിച്ചത്. ചിക്കൻ പൊട്ടിത്തെറിച്ചത്. എണ്ണ വെച്ചപ്പോ ഐശ്വര്യ കയ്യിലേക്ക് പൊട്ടിത്തെറിച്ചില്ലേ, അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ചിക്കന്റെ പേര്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതിന്റെ ഓരോ സ്റ്റെപ്സും ഞാൻ കാണിക്കുന്നതായിരിക്കും. മല്ലിച്ചിട്ട് ഇവിടെ പാത്രങ്ങൾ ഒതുക്കാണ്. കിച്ചൺ എന്താ ഇന്നത്തെ ചിക്കൻ? മെസ്സിയുടെ ജേഴ്സിയാണ് ഇച്ചിട്ടിരിക്കുന്നത്. എന്താണ് അച്ഛൻ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ഒക്കെ എങ്ങനെയാ ഉണ്ടാവാറ്? എന്തൊക്കെയാ കിച്ചന് ഇഷ്ടം അച്ഛൻ ഉണ്ടാക്കുന്നതില്? ചിക്കൻ മാത്രമാണോ അപ്പൊ അച്ഛൻ ഉണ്ടാക്കാറുള്ളൂ? പിന്നെ ബീഫ് ഉണ്ടാക്കാറുണ്ട്, റൈസ്, ദോശ, മസാല ദോശ എല്ലാം ഉണ്ടാക്കൂലോ. മിക്കതും ഉണ്ടാക്കാറുണ്ട് അച്ഛൻ. അച്ഛൻ നല്ലൊരു ഉത്തമനായ ഭർത്താവാണ് അല്ലേ? കുക്കാണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ് കുക്ക് ചെയ്യുന്നത്. വിളമ്പി കൊടുക്കുക. ഒന്നും കുക്ക് ചെയ്ത് ഇതുവരെ തന്നിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, കിച്ചുവിന് അച്ഛൻ ഇത് കൊടുക്ക്. അതല്ല, അതുകൊണ്ടാണല്ലോ എപ്പോഴും ഞാനൊരു പാട്ട് പാടുന്നത്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപ
സ്നേഹമേ മിഴി തുറക്കൂ. അപ്പൊ ചോദിക്കുക എന്തിനാണ് ഈ സ്നേഹം വിളമ്പണെന്ന് ചോദിക്കും. അതെ, ചിക്കനെ കൊന്നിട്ട് എന്തിനാണ് ഇങ്ങനെ സ്നേഹം വിളമ്പുന്നത്? അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ബീഫ്. അതെന്തുകൊണ്ടാ ബീഫ് ഇഷ്ടം? ബീഫ് അടിപൊളിയല്ലേ, ദേശീയ ഭക്ഷണം. ഒരിക്കലും അല്ല കിച്ചു. അച്ഛനും ബീഫാണോ ഏറ്റവും ഇഷ്ടം? അല്ലല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം രസവും ചോറും. രസവും ചോറുവോ? അതെന്താ? രസം എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാം. എല്ലാത്തിൻ്റെ ഒപ്പം എന്ന് വെച്ചാൽ ചോറിന് ഏറ്റവും നല്ല ബെസ്റ്റ് രസമാണ്. അതായത് നമുക്ക് അസുഖങ്ങളൊന്നും വരാൻ ഇഡ്ഡലി ചട്നി. ഓഹോ, ഇഡ്ഡലി ചട്നി എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയാം? നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതില് അല്ല, ഇടിയപ്പവും മുട്ടക്കറിയും പിന്നെ ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ റോസ്റ്റ് ഒക്കെ ആയിഷ് വന്നാൽ പിന്നെയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. യെസ് യെസ്, ഞാൻ തന്നെ ഉണ്ടാക്കും. അത് ടേസ്റ്റ് ഉണ്ടാവാറില്ലേ? അതൊക്കെ അടിപൊളി അടിപൊളിയാണ്. അത് നല്ലതിന് നല്ലതെന്ന് പറയണമല്ലോ, കൊള്ളില്ലാത്തിന് കൊള്ളില്ലാത്തൊന്നും അത് പറയണമല്ലോ. അപ്പൊ നമ്മൾ ഈ ചിക്കൻ അടച്ചു വെച്ച് കുറച്ചു നേരം വേവിക്കാം. ഇതെന്താന്ന് ചോദിക്കും? കുരുമുളകിന്റെ വെള്ളം. അല്ല, ഇത് സംഭവം ഒന്നല്ല. ഇതാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ എസൻസ്, ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. അതെന്താന്നുള്ളത് സീക്രട്ട് റെസിപ്പിയാണ്. സീക്രട്ടാണ്. അത് വീഡിയോയുടെ അവസാനം പറയും. ഓക്കെ, കേസ് കൊടുക്കാം. ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല സച്ചു ഒരു വീട്ടില്. കാലുമ്മ കാല് കയറ്റി വെച്ച്. പുഷ്പ യോഗി ബാബു. എങ്ങനെയാ യോഗി ബാബു ഇരിക്കണം? സച്ചു ഞാൻ ഇതൊക്കെ ഇടൂ കേട്ടോ. എന്താ അമ്മയുടെ ടാസ്ക് പറ, സച്ചു ചെയ്യും. ഈ കാല് രണ്ടും കൂടി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എടുത്ത് കഴുത്തിൽ ഇത് എങ്ങനെ ഇട്ടിരിക്കണം. ഇല്ല അടിക്കാൻ പറ്റിട്ടല്ലോ. സച്ചു ചെയ്യേ. എന്താ നീ ഇപ്പൊ തന്തവൈബായി? ഞാനായില്ല, നീ ആയിക്കൊണ്ടിരിക്കണ കണ്ടോണ്ടിരിക്കുന്ന. അയ്യടാ, നിനക്ക് 30 വയസ്സാവാനാ പോണേ സച്ചു. നീയൊക്കെ തന്തവൈബായി. അതുകൊണ്ടാണ് നീ മറ്റേ പൾസർ അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയൊക്കെ വാങ്ങിക്കാന്ന് പറയണേ, യൂണിക്കോണിന്റെ. ഞാൻ ഇപ്പോഴും 390 മേടിച്ച് വെറുതെ പെട്രോൾ ഫുൾ ടാങ്ക് പൊളിച്ചു. ബിസിയാണ് ഫോണില്. അമ്മ 0 ആയിക്കുള്ള ടച്ചങ്ങൾ പോയിട്ടില്ല. മാവേലിക്കരയിലെ ടച്ചൊന്നും അല്ല അത്, മറ്റേ ലേഡീസ് റൂമിലത്തെ ടച്ചാ. മറ്റേ പെണ്ണിന്റെ വീഡിയോ നീ കാണാറില്ലേടി, ലക്ഷ്മിയുടെ? എന്തിനാ അവിക്കുട്ടി നീ ഇങ്ങനെ പറയണേ? നീ എന്റെ അടുത്ത് പറഞ്ഞത് അത്. ചേച്ചി അതില് ലക്ഷ്മി എന്തുവാ ഇത് എന്ന് ചോദിക്കും. അത് തന്നെ, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. നമ്മ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞു. ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞേ. ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണേ. സച്ചിനിക്ക് ഉണ്ട്. ഇതെന്താ പാൽപ്പൊടി തിന്ന കള്ളനാണോ അത്? പാൽപ്പൊടി കട്ട് തിന്നിരിക്കുകയാണ്. ചേട്ടാ അത് ഒരു കാര്യമില്ല, അവരോട് പറഞ്ഞാൽ മതി. ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ്. അത് കുറച്ച് നേരം കഴിഞ്ഞ് സെറ്റാവും. അത് അവരോട് പറഞ്ഞ. എവിടെ പോയേക്കുമായിരുന്നു കിച്ചു? ഡിസൈനിങ്ങില് ശിശു ആണോ? എംബ്രോയിഡറിയിലോ? ഞാനിപ്പോൾ ഇച്ചിരി ചിക്കൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അച്ഛൻ വച്ച ചിക്കനാണേ. സോ ലെറ്റ്സ് ടേസ്റ്റ് ഇറ്റ്. ഇച്ചിരി ഗ്രേവിയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അച്ഛൻ വെച്ച ഉപ്പില്ല. ഉപ്പ് കുറവല്ല അമ്മ, ഉപ്പുണ്ട്. ഉപ്പുണ്ട്. സൂപ്പർ. എന്ത്? കിച്ചേ ആ ഓക്കെ, തല ഇരിക്കണ അല്ലേ? ചേച്ചിക്ക് പറ്റും. എനിക്ക് മനസ്സിലായി. ഇവരെല്ലാം കാലിങ്ങനെ പൊക്കിയാണ് ചെയ്യുന്നത്. നമ്മ കൈ ബോഡി ആക്കണം. അത് തന്നെ, അത്രേ ഉള്ളൂ.
സിമ്പിൾ, ഐഡിയോളജിക്കലി സിമ്പിൾ. കസേര തട്ടി മാറ്റിക്കോ. ആ 1.5. ചിറ്റേ കസേര മാറ്റണമെങ്കിൽ അമ്മ തൂങ്ങി പിടിച്ചിടണം, മനസ്സിലായോ? ചിറ്റേ ചിറ്റയുടെ കൈ ഉളുക്കി. നിങ്ങൾ കാണിക്കണ അമ്മ സ്റ്റിച്ചിങ് കാണിക്കണ ഇതാണ്. ഇതാണ് അമ്മ സ്റ്റിച്ചിങ് കാണിക്കണ ഇതാ. വിന്നർ കം കം. വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കി. നമ്മുടെ സച്ചുവിന്റെ തല ഭയങ്കര വേദനയാ, ഭയങ്കര തലവേദനയാണ്. നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെയാണ് വേദന. ഇവിടെയാ, ഇവിടേക്കായോ? നമ്മളിങ്ങനെ മസാജ് ചെയ്ത് മൈഗ്രെയിൻ ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെങ്ങനെയാണ് ഈ പെയിനൊക്കെ മാറ്റുന്നതിന്? ആൾക്ക് ഇടയ്ക്കിടയ്ക്കായി ഇപ്പോൾ വരണു. നമുക്കത് നസ്യം ചെയ്ത് മാറ്റാം. ആ നസ്യം മൂക്കിലൊഴിക്കണ മരുന്ന് അന്ന് ഒഴിച്ചില്ലേ മോനെ? നസ്യം ചെയ്തായിരുന്നോ? മുടി പിടിച്ച് വലിക്കാം. മസാജ് ചെയ്യടി പാവം. എങ്ങനെ സുഖം കിട്ടില്ലേ മുടി വലിക്കുമ്പോ? വലിക്കട്ടെ എങ്ങനെ? എന്റെ പൊന്ന അഭിക്കുട്ടി, നീ പെട്ടു. അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നീ ഇപ്പൊ ചെയ്തു കൊടുക്കണത്. പിന്നെ ഇനി നിന്നെ വിടില്ല അവൻ. രാത്രി ഇനി ഇവളെ നമുക്ക് ഡ്യൂട്ടിക്ക് വിളിക്കാം. ചോറുണ്ടാ? ഇപ്പൊ എങ്ങനെയുണ്ട് ചിക്കൻ? അച്ഛൻ വെച്ചിട്ട് പോയ ചിക്കൻ അല്ല അത്, ഞങ്ങള് വേറെ ആക്കിയതാ. അത് വേറെ മസാലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. ചോറ് തന്നെ വിശന്നിട്ടായിരിക്കും. ചിക്കൻ എങ്ങനെയുണ്ട്? കഴിച്ചോക്ക്. വാ, ചോറുണ്ടാ ഇച്ചിരി മാറും. ഞാൻ വാരി തരാം. വാ. അപ്പൊ ഇന്ന് അച്ഛനെ മീറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ അതെ. ഇനി അവിടെ ഒന്ന് കാണോ അമ്മ? മസാജ് ചെയ്യണം. അല്ല, ഇത് എന്ത് മസാജ് ഇപ്പൊ നടത്തണത്? സ്പെഷ്യൽ ഫോർ മൈഗ്രെയിൻ. മൈഗ്രെയിൻ എവിടെയാണ്? നമുക്ക് നമ്മുടെ സോഫ്റ്റ് സ്പോട്ടായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇച്ചിരി മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അവർക്കൊരു സുഖം കിട്ടും. അതാണ് അപ്പൊ എന്തായാലും നിനക്കൊരു പണിയായിട്ടോ. സ്ഥിരമായിട്ട് ഇതാണ് കറുത്ത ഉപ്പ്. ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് ഉപ്പാണോ? ഏതെന്താ ടേസ്റ്റ് ചെയ്യാൻ തോന്നില്ല. മണത്ത് കഴിഞ്ഞാൽ അഴുക്ക് മണമാണ്. ഇതെങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നമ്മ? കറുത്ത ഉപ്പ്. അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നോട്ടെ. ആ, നമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്. നീര് പറ്റാനായിട്ടുള്ള കാനല ചെള്ളിക്കട്ടെ. അത് ഞാൻ പറഞ്ഞ വണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് അതിന് ഓടി നോക്കാം പതുക്കെ. മനസ്സിലായോ? ആ സ്കൂട്ടർ തിങ്ങുന്ന മറ്റന്നാൾ കിട്ടും. ഐസ്ക്രീം വാങ്ങിച്ചതാ സച്ചു. വാ.
വേറെ ഒന്നും വേണ്ട കണ്ണാവിന് ഓക്കെ ഗൈസ്, നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പോവാണ്. ഞെക്കിക്കൊണ്ടിരിക്കാണ്ട് അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടോ. ഇപ്പം സമയം 5 മണി കഴിഞ്ഞു. നമ്മൾ പയ്യെ അവിടെ നിന്ന് നടന്നു വന്നു. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കുറേ നേരം സമയം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അപ്പുച്ചേട്ടനും അതായത് വല്യമ്മയുടെ വീട്ടിൽ നിന്ന് വലിയച്ഛനും മോനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞ് പയ്യെ ഇങ്ങോട്ടേക്ക് വന്നു. ഇനി എനിക്ക് ക്ലീനിങ് ആണ് എൻ്റെ ഡ്യൂട്ടി. ക്ലീനിങ് കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കണം. പിന്നെ നമുക്ക് ചീട്ട് കളിക്കാം. സന്ധ്യക്ക് ചീട്ട് കളിക്കാൻ പാടില്ലെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അതിലൊക്കെ എന്ത് ലോജിക്കാലേ ഉള്ളേ. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇപ്പം എത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അടിച്ചു വാരിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ചീട്ട് കളിച്ചു. അബിക്കുട്ടി ഒരു 2 times കഴുതയായി. അബിക്കുട്ടിയല്ല, അബിക്കുട്ടി 1 times കഴുതയുള്ളൂ. കിച്ചുവാണ് കഴുത പുറകിൽ വരുന്നുണ്ട്. അതെ, ഡോങ്കി. അവൻ കളിക്കാൻ പോവാണ്. ഒരു 6:30 ആകുമ്പോൾ ടർഫിൽ പോവാണ് അവർ. അവിടെ പൊന്നുണ്ട് എന്താ, അമ്മയ്ക്ക് പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പൊന്നുമാണ്. പൊന്നു കളി കഴിഞ്ഞ് വരുമ്പോ നേരെ കുളിച്ചിട്ട് ഇങ്ങോട്ട് വരണം. പറയുന്നത് വെറുതെയാണ്. ഇവര് കളിക്കാൻ പോകുന്ന തിരക്കാണ് ഈ കാണുന്നത്. ബൂട്ടൊക്കെ ഇട്ട് ഓടുവാണ് അവര്. അവർക്ക് കളിക്കാൻ പോകാനുള്ള ധൃതിയാണ്. നമുക്ക് വിളക്കെത്തിക്കാം. ഓക്കെ ഗൈസ്, കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ചൂട് എനിക്ക് കുളി കഴിഞ്ഞങ്ങ് ഇറങ്ങി കഴിയുമ്പോ ഒടുക്കത്തെ ചൂടായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ മുടിയൊക്കെ എന്ത് ചെയ്യണം? Come on guys, let's lighten the lamp. Come on. അപ്പൊ നമ്മള് വിളക്ക് എത്തിക്കാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ 2 തിരിയും കളയുക. നമുക്കിനി ഈ ഇതിലൊക്കെ വെള്ളം നിറയ്ക്കണം, പൂ പറിക്കണം. Come on, follow me. വീശിയേ കിടത്താവുള്ളൂ. നമ്മള് ഇവിടെ വിളക്ക് എത്തിച്ച് അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ ഫോട്ടോ ഉണ്ട്. പിന്നെ ഇത് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫോട്ടോയാ. അപ്പൊ നമ്മൾ അവിടെയും വിളക്ക് കാണിക്കാറുണ്ട്. ഇനി നമ്മൾക്ക് എന്താ ഡ്യൂട്ടി? ഇനി ബജ്ജി കഴിക്കണം. യെസ്, കം ഓൺ. എനിക്ക് പഴംപൊരി ഒരെണ്ണം ഞാനാട്ടോ പറഞ്ഞു. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പഴംപൊരി നിറച്ച് എണ്ണയാണ്. അപ്പൊ നമ്മളിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ എണ്ണ മിയാണോ ഇത്? മിയ ആ കടിക്കോ ചേച്ചി? എനിക്ക് എടുക്കാൻ പറ്റുമോ ചേച്ചി? വീഡിയോ എടുത്ത പരിചയമൊന്നുമില്ല. ഇതെന്താ ചേച്ചി ഇങ്ങനെ എടുക്കണേ? തൂത്തു കൊടുക്കാണ്. എടുക്കാം. സുന്ദരി. എന്റെ പേരെന്താ? മിയാണോ? മിയ. ഓ മിയാണോ? മിയ
ഷെയ്ക്കാൻ്റെ എന്നേ ഷെയ്ക്കാൻ്റെ വെരി ഗുഡ് ബോയ് ഞാൻ ഗുഡ് ഗേൾ ആണ് കേട്ടാ ഷെയ്ക്കാൻ്റെ എന്നേ ഷെയ്ക്കാൻ്റെ ഷെയ്ക്കാൻ്റെ സ്വീറ്റ് ആണല്ലോ സ്വീറ്റ് ബേബി ആണല്ലോ ജംപ് 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 കം ബോൾ എവിടെ ബോള് ഗുഡ് ഗേൾ ആണ് കേട്ടോ ശുണ്ടിരി മോളാണ് കേട്ടോ ശുണ്ടിരി കളിച്ചോ അപ്പം നമ്മൾ സ്റ്റിച്ചിങ്ങിന് പോകാൻ പോവാണ് ഞാനാണ് അവിക്കുട്ടിയുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യണത് ഗൈസ് അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇതൊക്കെയായിരുന്നു നമ്മളുടെ പരിപാടി ഇനി ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാൻ